എടുക്കാൻ പോവാണ്. എല്ലാവരുടെ അനുവാദത്തോടെ നമ്മൾ എടുക്കുന്നു. ഓക്കെ, ഹൈ. യെസ്, അപ്പൊ നമ്മള് രണ്ടുപേരും വീണ്ടും ചെന്നൈയിൽ എത്തിയിട്ടുണ്ട്. നീരജ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിനു മുന്നേ കന്യാകുമാരി പോയ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് താപ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ കന്യാകുമാരിയിലെ 3 വീഡിയോസ് നല്ല അടിപൊളി വ്ളോഗുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരെന്തായാലും മസ്റ്റായിട്ട് പോയി കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഞങ്ങൾ വീണ്ടും തിരിച്ച് ചെന്നൈയിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ റൂമിലുണ്ട്. ഇന്നത്തെ വിശേഷങ്ങൾ, ഞങ്ങളുടെ ഒരു ശനിയാഴ്ച എങ്ങനെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ, അതായത് ഞങ്ങൾ എങ്ങനെയാണ് ഫുഡ് കുക്ക് ചെയ്യുന്നത്, ഞങ്ങളുടെ കുറച്ച് ലൈഫ് സ്റ്റൈലാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അല്ലേ. എന്തായാലും ഇന്ന് കുറച്ച് ഫണ്ണീസ് ഉണ്ട്, നമ്മുടെ കൂട്ടത്തിൽ ഒരാളുണ്ട്. അപ്പൊ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഹായ് ഹലോ, ഇതാണ് ഫ്ലോർ മച്ചാൻ. പുതിയൊരു കളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ നമുക്ക് സുഖമാണ്, പരമസുഖമാണ്. അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ മൂന്നാമത് ഒരാളുണ്ട്, നമുക്ക് എന്തായാലും കാണിച്ചു തരാം. ഭയങ്കര ബിസിയിലാണ് കാര്യം. നമ്മുടെ കിച്ചണിലേക്ക് നമുക്ക് പോവാം. എന്തായാലും നമ്മുടെ മച്ചാനുണ്ട്, അതായത് റാം മോഹൻ. ഭയങ്കര ബിസിയിലാണ്. ഒരു ഹായ് കൊടുക്കാമോ സർ? കത്തി കൊണ്ടൊക്കെയാണ്, 1000 വെച്ചുള്ള കളിയാ. അപ്പൊ നമ്മുടെ സവാള കട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ആദ്യമായിട്ട് നമ്മുടെ കേരള റൈസ് വെക്കുന്നുണ്ട് ഇവിടെ അല്ലെ. കേരള റൈസ് ചോറ് നമ്മൾ കുറെ ആളെ ഇങ്ങനെ വെച്ചിട്ട് കേരള റൈസ് വെക്കാറില്ല. നമ്മള് റേഷനരി. സത്യം പറയാ, ഇവിടുത്തെ റേഷനരി ബെസ്റ്റ് സാധനം കേട്ടോ. നിങ്ങൾ വിചാരിക്കും പച്ചരി ചോറ്, നാട്ടിലുള്ളവർക്ക് ചില പച്ചരിയൊന്നുമില്ല. ചില സംസാരങ്ങളുണ്ട്, ഇവിടുത്തെ പച്ചരി ചോറ് ഒരുമാതിരി വല്ലാത്തയാണ്. പക്ഷെ ഒരിക്കലും അല്ല, സൂപ്പർ അരിയാണ്. ഇവിടെ നമ്മൾ റേഷൻ കടയിൽ പോവാ, ചെന്ന് ചോദിച്ചാൽ മതി, നമുക്ക് കിലോയ്ക്ക് 8 രൂപയ്ക്ക് വേണ്ടി വരും അല്ലെ. അപ്പൊ നമ്മൾ അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചു 10-12 കിലോ വാങ്ങിച്ചിട്ട് ഇവിടുന്ന് കഞ്ഞി കുടിക്കുക, ചോറ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ അടുത്ത പരിപാടികൾ. അപ്പൊ ഞങ്ങള് ഇന്ന് നമ്മൾ ഇട്ടേക്കുന്നത് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ എന്തായാലും നമ്മുടെ മട്ടരി അതാണ് നമ്മൾ ഇട്ടേക്കുന്നത്. എന്തായാലും കുക്കറിനകത്ത് കിടപ്പുണ്ട്. എത്ര വിസിൽ അടിക്കണമെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഒരു 3-4 വിസിൽ അടിച്ച് കഴിയുമ്പോൾ ശരിയാവുന്നതാണ് വിശ്വാസം. എന്തായാലും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നവർ എന്തായാലും ഒന്ന് താഴെ കമന്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ എന്തായാലും നമ്മുടെ റാമോഹൻ ഇന്ന് സാമ്പാറിനുള്ള നല്ല ഒന്നാം തരം സവാള കട്ട് ചെയ്യുകയാണ്. സവാള എല്ലാം ഉടായ്പാണെന്ന് തോന്നുന്നു കേട്ടോ. ഉടായ്പാണ് അല്ലെ. 28 രൂപയുടെ സവാള 36 രൂപ. അതാണ് അവസ്ഥ. അപ്പൊ എന്തായാലും വഴിയുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ സവോളയുണ്ട്, കാച്ചിലുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കിഴങ്ങ്, പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്, നമ്മുടെ സ്വന്തം മുരിങ്ങയ്ക്ക, തക്കാളി, വെണ്ടയ്ക്ക, ക്യാരറ്റ്. അപ്പൊ ഇത്രയും കട്ട് ചെയ്ത് തന്നതിന് വളരെ സന്തോഷം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ അരി വെന്തോ ഇല്ലയോ നമുക്ക് നോക്കാം. 5 വിസിലാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. 5 വിസില്. ബീഫ് അരിയാണ്, എന്താണെന്ന് അറിയത്തില്ല. വെന്ത അളിഞ്ഞ് പണ്ടാറോടെ കാണും. എന്തായാലും നമ്മുടെ നീരജ് അത് പൊട്ടിക്കാൻ പോവാണ്, ദം അടിക്കാൻ പോവാണ്. ഓക്കെ, തുടങ്ങാം. ഓക്കെ, എന്താ നോക്കി. അപ്പൊ ചോറ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഊറ്റാം. ഓക്കെ, 5 വിസില് കറക്റ്റ് അല്ലെ. 5 വിസില് കറക്റ്റ് ആയിട്ട് ചോറ് വെച്ചിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. സാധനം മാറ്റി വെച്ചേക്കാം. ഇനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ സാമ്പാറിന് വേണ്ടിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തിടാൻ പോയാണ്. വെജിറ്റബിൾ തട്ടിക്കോ ഒന്നും നോക്കണ്ട. ഏതാ പോട്ടെ. നെക്സ്റ്റ് ഈ എല്ലാ വെജിറ്റബിളും ഉണ്ട് ഇതിനകത്ത്. പുലിക്കട്ടെ, പൊടികൾ ഇടാം. ഇച്ചിരി ഉപ്പ് പാകത്തിന് കുറെ ഉണ്ടല്ലോ. തട്ടിക്കോ ബാക്കിയെല്ലാം നമുക്ക് പിന്നെ ഇടാം. അപ്പൊ നമ്മുടെ കുത്തം മീനാറോ പോലെ നമ്മുടെ പൊടികളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ആദ്യം മഞ്ഞപ്പൊടി, അത്യാവശ്യം അനാവശ്യത്തിനൊക്കെ വാരിട്ടു. അത് നമ്മൾ എന്തും പറയും, നമ്മുടെ കിച്ചൻ. അടുത്ത മല്ലിപ്പൊടി 2 ഇട്ടോ. കണക്കിനുണ്ടല്ലോ ഇത്. മെയിൻ ഇൻഗ്രീഡിയൻസ് ഗരം മസാല ഇച്ചിരി ഇട്ടോ. ഇതൊക്കെ ഇടുവോ ഇല്ലയോ എന്ന് വെച്ചാൽ ചിലവർ ചോദിക്കും ഇടത്തില്ലയോ. അത് നമ്മളിടും. പരാതി ഉണ്ടോ? ഇടത്തില്ല, പക്ഷെ നമ്മളിടും. സാമ്പാർ പൊടി, ചിക്കൻ മസാല, മെയിൻ ആയിട്ട് ചിക്കൻ മസാല. അത് ഇട്ട പൊളിക്കും. സാമ്പാർ ചിക്കൻ മസാല ഇല്ലേ, മറ്റേ സിനിമയ്ക്കകത്ത് പറയുന്നതിലോട്ട് സ്വപ്നക്കൂട് സിനിമ കണ്ടിട്ടില്ലേ. മുളക് പൊടി. ഇനി എന്താ? വെള്ളം. സബ്സെ ബഡ ശുദ്ധ പാനി. പൊട്ടിക്കുക. പച്ചവെള്ളം പോലെ ഉണ്ട് അല്ലേ. പക്ഷെ നമ്മൾ ഇനിയും ചേർക്കുന്നു അത് പൊടി. പിന്നെ സാമ്പാറിന് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള തുമര നമ്മുടെ ഇതില്ല, ഉണ്ടായിരുന്നു, പോയി പണ്ട് വന്നു. അത് വിഷയമില്ല. എടാ ഒരു കാര്യം പറഞ്ഞു, കറിവേപ്പില. ഓക്കെ, നമ്മുടെ കറിവേപ്പില, മല്ലിയില. ഓക്കെ, അപ്പൊ അടച്ചു വെക്കാം. ഓക്കെ, അങ്ങനെ വിസിലിടുക. ഇനി ഒരു
5 വിസില് അല്ലെ 6 വിസില് അടിച്ച് സെറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി എന്നല്ല പറയുന്നത്, നിങ്ങളോടൊന്ന് പറയുന്നത് വറവ്. ഓക്കെ, കണ്ണൂർ സൈഡ് അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ അങ്ങനത്തെ കുറച്ച് ഉപ്പേരി എന്നൊക്കെ പറയും. അപ്പൊ നമ്മുടെ സൈഡിൽ പറയുന്നത് എന്താണ്? മെഴുക്കുവരട്ടി. എറണാകുളം, കൊല്ലം ആ ഏരിയയിലൊക്കെ എങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കോവയ്ക്ക കട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ നീരജാണെങ്കിൽ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് തീ കത്തിക്കാം, അടുത്ത പരിപാടി തുടങ്ങാം. ഓക്കെ, സ്ഫോടനം സീല്ല അവിടെ റെഡിയൊക്കെ എടുത്തു അല്ലേ. ഓക്കെ, അത് നമ്മുടെ പാത്രം ചൂടാവട്ടെ. ഓക്കെ, അപ്പം പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ നാടൻ ശബരിയുടെ കോക്കനട്ട് ഓയിലാണ് ഒഴിക്കാൻ പോകുന്നത്. ഓക്കെ, തേങ്ങ ഓയിലേ ആയില് പറഞ്ഞ ഓക്കെ, കടുക് പോടണം. എണ്ണ ചൂടാവട്ടെ. ചൂടാവുന്ന നേരം നമുക്ക് ഒന്ന് വെയിറ്റ് പണ്ണാം. ഓക്കെ, നമ്മുടെ എണ്ണ വെത്തിട്ടുണ്ട്. റെസ്റ്റ് എടുക്കാൻ പോയാണ്. കടുക് പൊട്ടോട്ട് അങ്ങോട്ട്. അടുത്ത വെങ്കായം. അത് കുറെ ആയെന്ന് തോന്നുന്നു കേട്ടോ. 6-7 അങ്ങോട്ടായി. 20 എണ്ണായി സാമ്പാർ. ഓപ്പായിക്കോ. ഓക്കെ, ലാടിലെടുക്കുക. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പൊടിയുപ്പ് നല്ലതായിട്ട് മിക്സ് പണ്ണണം അല്ലേ. നല്ലതായിട്ട് വഴണ്ടി വരുന്ന നേരം നമുക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, സവാള വഴണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ വഴണ്ടിട്ടില്ല, പക്ഷെ ബിരിയാണിക്ക് പോകുന്നതിന് തൊട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. സംഭവം എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഓയിൽ കൂടിപ്പോയി. കാരണം ഓയിൽ നമുക്ക് ഇത്രയും സാധനത്തിന് വേണ്ടി ആവശ്യത്തിന് ഇടാൻ വേണ്ടി ഞാൻ മുന്നേ ഓയിൽ ഒഴിച്ചതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ഇട്ട് തുടങ്ങാം. മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി വേണ്ട ആവശ്യത്തിന് ഇടുകയാണ്. അടുത്ത നമ്മുടെ ഗരം മസാല ഇടുന്നത് നല്ലതാണ്, ഫ്ലേവർ കിട്ടും. ഓക്കെ, ഗരം മസാല. ഇനി ഈ മസാലക്കകത്താണ് നമ്മൾ നമ്മുടെ കോവയ്ക്ക് ഇടാൻ പോകുന്നത് അല്ലേ. ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുക. കറക്റ്റ് ആയത്. അതിന്റെ ഇടയ്ക്കൂടെ എന്തോ എവിടുന്ന് കിട്ടിയോ ഇപ്പൊ ഉണ്ടാക്കണേ. ശരി, കറക്റ്റാ. ഓക്കെ, കട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ കോവയ്ക്ക ഏതാ നമ്മള് ജസ്റ്റ് ഒന്ന് അടിയിൽ നിന്ന് കുത്തിപ്പൊക്കി ഇളക്കുക. എന്നിട്ട് അതുപോലെ തന്നെ വെച്ചേക്കുക. അടിയിൽ നിന്ന് കുത്തിപ്പൊക്കി മസാല അടിയിൽ നിന്ന് വരണം. നമ്മൾ വിചാരിക്കും ഈ പാത്രത്തിനകത്ത് കൊള്ളത്തില്ല. ഇപ്പൊ കണ്ടോണം, ശരി ചുരുങ്ങി അങ്ങ് താഴെ പോകും. ഓക്കെ, എന്തായാലും ആ മസാലയൊക്കെ നമ്മുടെ കോവയ്ക്കൊക്കെ മിക്സ് ആയിട്ടുണ്ടല്ലേ. മിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ എന്തായാലും കുറച്ച് നേരം അടച്ചു വെക്കാം. എന്നിട്ട് ഇതങ്ങ് ചുരുക്കണം നമുക്ക്. എന്നിട്ട് ചെറുതാക്കിയിട്ട് നമുക്ക് സെറ്റായിട്ട് കാണാം. എന്തായാലും അടച്ചു വെക്കാം. ഓക്കെ, അടച്ചു. ശരി, ഇതിനകത്ത് ഓരോ പാടുകൾ കാണും. നമ്മൾ വിചാരിക്കും കഴുകാത്തതിന്റെ ആണ്, പക്ഷെ കഴുകിയതിന്റെ പാടുകളാണ് ഇത്. ഉപ്പുവെള്ളം ആയതുകൊണ്ട് അല്ലെ. ഉപ്പുവെള്ളം ആവുന്നുണ്ട് ഇവിടുത്തെ പാത്രത്തിലെല്ലാം ഇങ്ങനെ പാത്രത്തിലൊക്കെ പാട് കാണും. നമ്മൾ വിചാരിക്കും വൃത്തിയില്ലാതെ ചെയ്യുന്നതിന്റെയാണ്, പക്ഷെ ചെന്നൈയിൽ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ പല ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കണ്ട. ഞങ്ങളുടെ തട്ടിക്കൂട്ടലുകൾ മാത്രമാണ്. ഓക്കെ, കോവയ്ക്ക ആയോ എന്ന് നമുക്ക് നോക്കാം. കോവയ്ക്ക മെഴുക്കുവരട്ടി അല്ലെ. തുറന്നു നോക്കിയിട്ട് ഉപ്പേരി. ഓക്കെ, ഉപ്പേരി എന്തായാലും ഈ ഒരു രീതിയിലൊക്കെ ആയിട്ടുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂറോളം ആയെന്ന് തോന്നുന്നു അല്ലെ. എന്തായാലും മിക്സ് ചെയ്ത് നോക്കിയിട്ട് എന്താ രസം. നമ്മൾ തട്ടിട്ടെ കുറച്ചൊന്ന് ദോഷം കൊണ്ട് തട്ടിട്ടെ. ടേസ്റ്റ് പാറ്. ചൂടാണ്, നല്ല ചൂട്. ഓക്കെ, എന്തായി ഒന്നും പറയില്ല. ആയിട്ടുണ്ടോ? ചൂട് കുക്കായിട്ടില്ലേ, വെന്തില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എന്തായാലും അടച്ചു മാറ്റി വെക്കാം. അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പാറിനുള്ള കടുക് താളിക്കണം. ഓക്കെ, താളിക്കാൻ പോയാണ്. ഓക്കെ, ഇത് അടച്ചു വെച്ചേരെ മാറ്റിക്കോ. ഓക്കെ, സാമ്പാറിന് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. അപ്പൊ എന്തായാലും അതിനുള്ള സാമ്പാർ നമ്മുടെ കുക്ക് ചെയ്തിട്ട് റെഡി ആയോ നോക്കാം. തുറന്നു നോക്കിടാം. തുറന്നു. ഏതാ സംഭവം സെറ്റാണ്. നല്ല മണം ഉണ്ടല്ലേ. നല്ല മണം ഉണ്ട്. ഇളക്കി അതൊന്ന് ഉടച്ചെടുത്തേരെ. നീരപ്പുറത്ത് പോയെ അത് നമ്മുടെ ലാഡിൽ എടുത്തിട്ട് ഉടച്ചെടുക്കും. അപ്പൊ വിചാരിക്കും എന്താ പച്ചവെള്ളത്തിൽ കിടക്കുന്നത്. പക്ഷെ ഇച്ചിരി കഴിയുമ്പോൾ സെറ്റായി. ആ കിഴങ്ങും അതൊക്കെ ഒന്ന് ഉടച്ച് സെറ്റാക്കിയിട്ട് അച്ഛനെ കണ്ട് ഇത് റെഡി ആവുന്നു. ചൂടാവുന്നു. ഓയില് ആയില് പോതും കടുക് സൈഡിലോട്ട് അയക്കും. ഓക്കെ, എടാ മസാല ഇടാം, ഇച്ചിരി ഇടാം. എടാ കറിവേപ്പില എടുത്തോ. ടീച്ചർ കുറച്ചേരെ ഓടാൻ നടക്കാൻ പോകുന്നേ ഉള്ളൂ. ഗൈസ് ഏതാ ഓടിക്കോ. പണ്ടാറോടെ എന്റെ ലെൻസിനകത്ത് വരെ പറ്റി. എന്റെ അളിയോ സംഭവത്രേ ഉള്ളൂ. ക്ഷമിക്കണം, ലെൻസിനകത്ത് എണ്ണ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. തുടക്കണം ഇനി. ഒഴിച്ചോ. ഓക്കെ, അപ്പൊ നമ്മള് അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓംലെറ്റ് എന്ന് പറയും തമിഴ്നാട്ടിൽ. അങ്ങനെയാണ് എല്ലാത്തിനും ആ വെച്ച് ചേർത്താണ് ഇവര് പറയുന്നത്. ആട്ടോ, ആയില്, ആംലെറ്റ്, ആറഞ്ച്, അപ്പൊ ഇങ്ങനെയൊക്കെ പറയും. അപ്പൊ നമുക്ക് എന്തായാലും ഓംലെറ്റ് ഉണ്ടാക്കാം. നമ്മുടെ നീരജ് മുട്ട പൊട്ടിച്ച് കഴിക്കാൻ പോയാണ്. 5 മുട്ടയുടെ 5th ഓംലെറ്റ്. ഡബിൾ ഓംലെറ്റ് എന്നൊക്കെ പറയും. ഡബിൾ ഓംലെറ്റ് എന്ന് പറയാം, നമുക്ക് അങ്ങനെയും പറയാം. പൊട്ടിച്ചു ഒളിക്കാനും. അതിനോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ ഓംലെറ്റിനുള്ള സവാള ചോപ്പ് ചെയ്യുന്നുണ്ട്. അനിയൻ, പൊടിയുപ്പ്, കുരുമുളകിന് എന്താ പറയാ, നല്ല മുളക്. അങ്ങനല്ലേ പറയുന്നത് വലിയ കുരുമുളക് എന്നാ പറയുന്നത്. മിളക്. മതി.
ഇന്ന് പൊളിയും കണ്ടു. ആ ബിസ്ക്കറ്റ് ഇളകിയോ? ആ Okay. ഓക്കെ Wait. വെയിറ്റ്. Mix. ഞങ്ങൾ ഷെഫുമാരൊക്കെ ഇങ്ങനെ ബിസ്ക്കറ്റ് അടിക്കാറുള്ളൂ. കറിവേപ്പിലയുടെ ബെസ്റ്റ് സാധനം. ഓക്കെ, അപ്പൊ നമ്മള് പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓയിൽ ഒഴിക്കാം. ഇച്ചിരി ഒഴിച്ചോ. ആ അവിടെ കിടക്കട്ടെ. അപ്പൊ നമ്മുടെ 5th ഓംലേറ്റ് നമ്മൾ ഒടിക്കാൻ പോയിടാം. 5th ഓംലേറ്റ്. എന്റെ മോനെ എന്തുവാടാ ഇത്? കുറച്ച് തട്ടിയ ബിസ്ക്കറ്റ് തട്ടിയ പാൻ കേക്ക് പോലെ ഇരിക്കും. എന്നെ പൊളിക്കും സംഭവം. ഓക്കെ, 5th ഓംപ്ലേറ്റിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ഏകദേശം 10 മിനിറ്റ് ആയെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, തുറന്നോ. ഇതെന്തോ പിസ്സയോ? റാമേ, ഇതിനകത്താണ് നിന്റെ സ്കില്ല് തെളിയിക്കാൻ പോകുന്നത്. എന്താണോ ആവും. ഇല്ല, വിട്ടുപോരുന്നുണ്ട് സാധനം. കഴിവ് കെട്ടുന്നതിന് മുദ്ര അല്ല, ടാസ്ക് ആണല്ല. അതുകൊണ്ട് പറ്റുമെന്ന് അറിയത്തില്ല, കയറുമെന്ന് അറിയത്തില്ല. എന്റെ മോനെ എന്നാ മണം അല്ലേ, രക്ഷയില്ല കേട്ടോ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ എത്ര നല്ല ക്ലീൻ ഓംലേറ്റ് ഉണ്ടാക്കിന്ന് പറഞ്ഞാലും ആ തട്ടുകട കിട്ടുന്ന ഓംലേറ്റിന്റെ രുചി വേറെ അല്ലേ? ഏതാ എന്റെ മോനെ? തിരിയോ? തിരിയില്ല. ഇതുകൊണ്ട് തിരിയില്ല. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഒറ്റടിക്ക് മലത്തി എന്തോ പറ്റുമെന്ന് അറിയത്തില്ല. പിടിക്കാൻ പോകുന്നു. ഏതാ തിരിച്ചിട്ട് കേട്ട ഒന്നും പറയില്ല. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആംപ്ലേറ്റ് ഒന്നും പറയില്ല. ഓക്കെ, സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചോറ്, നമ്മുടെ നാട്ടിലെ നല്ല ഒന്നാന്തരം ചോറ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം സാമ്പാറിന്റെ അവസ്ഥ എന്താണ്? മുരിങ്ങയ്ക്കൊക്കെ ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ട്. ഇതാണ് നമ്മുടെ ലഞ്ച്. ഇപ്പൊ ടൈം എന്തായി? സമയം 3:30. എപ്പോ തുടങ്ങിയതാണെന്ന് അറിയോ? 12 മണിക്ക് അങ്ങനെ തുടങ്ങിയതാണ്. ഞങ്ങള് വീഡിയോ എടുക്കുന്നതിന്റെ ലാഗ് കൊണ്ട് മാത്രമാണ് ഇത്രയും ലേറ്റ് ആയത്. നമ്മുടെ നാട്ടിലെ എന്താ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിയായിട്ടോ. ഓക്കെ, നമ്മുടെ ആംപ്ലേറ്റ് എന്തായാലും റെഡി ആയിട്ടുണ്ട്. എന്താ അവസ്ഥ നോക്കാം. ഒന്നും പറയില്ല, പിസ്സ മാതിരി ഇരിക്കുന്നു. പിസ്സ ഏതാ ഇങ്ങനെ കൊണ്ട് നിരത്തി വെക്കുക. അടുത്ത നമ്മുടെ സാമ്പാർ. ഏതാ എന്റെ ഒന്നും പറയില്ല, സാമ്പാറൊക്കെ വേറെ ലെവലായിട്ട്. സാമ്പാർ എടുക്കുക, ഇതിന്റെ മുകളിൽ ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക. അടുത്തത് നമ്മുടെ സ്വന്തം കോവയ്ക്ക. എന്റെ അളിയ സീൻ സാധനം, ഒന്നും പറയില്ല. ഓക്കെ, ഇത് ഒരു സൈഡിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് വിളമ്പുക. ഇനിയുണ്ട് വേറെ പരിപാടികൾ. നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ട് വന്ന നല്ല സ്വന്തം മാങ്ങ അച്ചാറ് സൈഡിൽ വിളമ്പുക. ഇനി വേറൊരു സാധനം ഉണ്ട്, ഒന്നും പറയില്ല. ഇതെന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്മീൻ കൊണ്ട് പൊടിച്ചെടുത്ത നമ്മുടെ ചട്നിയാണ്, ചെമ്മീൻ ചട്നി. ഓക്കെ, ഇത് സൈഡിൽ ഇച്ചിരി ഇടുക. ഇത് നമ്മുടെ കൊഞ്ച് കൂടിപ്പോയി, അത് ഞങ്ങൾ ഷെയർ ചെയ്തോളാം, സീനില്ല. അപ്പൊ ഇത്രയെല്ലാം കൂടെ ചേർത്ത് പിടിച്ചിട്ടാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ റാം കഴിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എന്താണ് അവസ്ഥ എന്ന് ഇപ്പൊ പറയും. എല്ലാത്തിന്റെ അവസ്ഥ അടിപൊളിയാണ്. സാമ്പാർ ഒന്ന് ഇരുന്നാലാണ് കുറുകത്തോട്. അതിപ്പോ ഒന്നും നോക്കണ്ട. ചെറിയ വെള്ളം പോലെ വിഷയില്ല. ചെറിയ വെള്ളം പോലെ ഫീൽ ചെയ്യുന്നു. ഞാൻ ആദ്യം കറിവേപ്പിലേക്ക് കഴിക്കുന്നു. അതിൽ ഉപ്പുണ്ട്, സംഭവം അടിപൊളിയാണ്. ആ ശേഷം നമ്മളോട് എപ്പോഴും ഉണ്ടാക്കണമല്ലോ. ഒന്നും പറയാം. നിന്റെ അഭിപ്രായങ്ങൾ നോക്കിയിട്ട് നമ്മുടെ സ്വന്തം നീരജിന്റെ അഭിപ്രായം എന്താണ്? കാണാൻ അടിപൊളിയാണ്. അടിപൊളിയുണ്ട്. സാമ്പാറിന്റെ കുഴപ്പം എന്താ വെച്ചാല് തൊമരയില്ല. അതുകൊണ്ട് കട്ടിയില്ല, ചോറൊക്കെ ഓക്കെ. നമ്മുടെ ചോറ് ഒരു രക്ഷയില്ല, കറക്റ്റ് രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഞാൻ എന്റെ പരിപാടി തുടങ്ങട്ടെ. ഓക്കെ, അപ്പൊ നമ്മുടെ ചെമ്മീൻ ചമ്മന്തിപ്പൊടി, ഈ സാധനം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോന്ന് അറിയത്തില്ല. എന്തായാലും റെസിപ്പി അമ്മമാരുടെയാണ്. ഓക്കെ, ഞാൻ ഇത് ഇങ്ങോട്ട് സൈഡിലോട്ട് വെച്ചു. ഈ ഓംലെറ്റ് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക, കുറച്ച് ആംപ്ലേറ്റ് അത് സെന്ററിലോട്ട് വെച്ചേക്കുക. അച്ചാറ്, നമ്മുടെ ഈ സാമ്പാറിന്റെ ഇച്ചിരി ഗ്രേവി എല്ലാം കൂടി ഇങ്ങനെ എടുക്കുക, അതിന്റെ മസാല. പിന്നെ ഈ സാധനം എല്ലാം കൂടെ എടുത്തിട്ട് നമ്മുടെ കോവയ്ക്ക ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ നോൺ വെജ് ഇല്ലാതെ, അതായത് വെജിറ്റേറിയൻ ഫുഡ് മാത്രമായിട്ട് നമ്മൾ ചേർത്ത് കഴിക്കുന്ന രീതി പോകുമ്പോഴാണ്. ഓക്കെ, എടുക്കാൻ പോവാണ്. എല്ലാവരുടെ അനുവാദത്തോടെ നമ്മൾ എടുക്കുന്നു. ഓക്കെ, സീനും നമ്മുടെ നാട്ടിൽ പോയി കഴിക്കുന്നത് എങ്ങനെയാ അത് തന്നെ മറ്റു നാട്ടിൽ വന്നിട്ട് നമ്മളെ അരി വെച്ച് കഴിക്കുന്നതിന്റെ ഒരു ഫീൽ എന്ന് പറയാൻ വേറെ ലെവലാണ്. ഓംലേറ്റ് ഒന്നും പറയില്ല. 5th ഓംലേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങിയതാണ്. എടാ 5 ഓംലേറ്റ് 5 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചത്. ഒന്നും പറയില്ല, വേറെ ലെവൽ അല്ല ജനിച്ചില്ല. അപ്പൊ എന്തായാലും ദയവായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. പുതിയൊരു കണ്ടന്റുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.